മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകൾ നീക്കണമെന്ന ഹർജിയിൽ റിപ്പോർട്ടർ ടിവിക്ക് തിരിച്ചടി. ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതി റിപ്പോർട്ടർ ടിവിക്ക് 10,000 രൂപ പിഴയിട്ടു. ഹർജിക്കാർക്ക് ദുരുദ്ദേശമെന്നും കോടതി നിരീക്ഷിച്ചു. വാർത്തകൾ പുനഃസ്ഥാപിക്കാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. വിവിധ മാധ്യമങ്ങളുടേതായി 994 ലിങ്കുകൾ റിമൂവ് ചെയ്യാനാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ അയ്യപ്പൻ, റിപ്പോർട്ടർ ടിവിക്ക് വീണ്ടും കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടാകുന്നത്. മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകൾ നീക്കണമെന്ന ഹർജിയിലാണ് തിരിച്ചടി. ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതി 10,000 രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഹർജിക്കാർക്ക് ദുരുദ്ദേശമെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്? വിവരങ്ങൾ. കഴിഞ്ഞ ഒക്ടോബറിലാണ് ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഹർജി നൽകിയത്. റിപ്പോർട്ടർ ടിവിയുടെ ഡയറക്ടർമാരായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാര് പ്രതികളായിട്ടുള്ള മുട്ടിൽ മരമുറി കേസിലെയും അതുപോലെ തന്നെ മാംഗോ ഫോൺ തട്ടിപ്പിലെയും വാർത്തകൾ, അത് വിവിധ മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ നീക്കം ചെയ്യണമെന്നായിരുന്നു ഈ ചാനൽ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ജയ്ഹിന്ദ് ടിവി, അതുപോലെ തന്നെ ഗൂഗിൾ, മെറ്റ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളെയും മറ്റു വ്യക്തികളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഈ ഹർജി നൽകിയിരുന്നത്. ഇത്തരത്തിൽ വിവിധ മാധ്യമങ്ങളുടേതായി ഏകദേശം 994 ലിങ്കുകൾ നീക്കം ചെയ്യാനായിരുന്നു, ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്യാനായിരുന്നു ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഹർജി പരിഗണിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വാർത്തകൾ നീക്കം ചെയ്യാനുള്ള, ലിങ്കുകൾ നീക്കം ചെയ്യാനുള്ള അനുകൂലമായിട്ടുള്ള ഇടക്കാർ ഉത്തരവ് നേടിയിരുന്നു, റിപ്പോർട്ടർ ടിവിക്ക് നേടാൻ സാധിച്ചിരുന്നു. പിന്നീട് വസ്തുക്കൾ പരിശോധിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായാണ് ഈ ഉത്തരവ്, ആദ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും വാർത്തകൾ പുനഃസ്ഥാപിക്കാൻ കോടതി അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടുകളുടെയും അതുപോലെ തന്നെ കോടതി നടപടികളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്ന് ഈ പ്രതി ചേർക്കപ്പെട്ട മാധ്യമങ്ങൾ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഹർജി പിൻവലിക്കാനുള്ള റിപ്പോർട്ടർ ടിവിയുടെ നീക്കം കോടതി തടയുകയാണ് ചെയ്തത്. അതായത് ഹർജി പിൻവലിക്കാൻ റിപ്പോർട്ടർ ടിവി അപേക്ഷ നൽകുകയാണ് ചെയ്തത്. അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് നടപടി വേണമെന്ന വാദം പരിഗണിച്ചുകൊണ്ടാണ്, ഈ പ്രതിയാക്കപ്പെട്ടവരുടെ വാദം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ 10,000 രൂപ പിഴ ഇടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിഴയിട്ടുകൊണ്ടാണ് റിപ്പോർട്ടർ ടിവിക്ക് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഹർജിക്കാർക്ക് ദുരുദ്ദേശമാണ് ഉണ്ടായിരുന്നത് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അമൽ, യെസ്, റിപ്പോർട്ടർ ടിവിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകൾ നീക്കണമെന്ന ഹർജിയിലാണ് ബംഗളൂരുവിലെ കോടതി 10,000 രൂപ പിഴയിട്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ.